ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് കന്യാകുമാരിയിലെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മൾ കന്യാകുമാരിയിലെത്തി. അവിടെ നിന്ന് നമ്മൾ റിക്ഷയിലാണ് കേട്ടോ പോയത്. അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്, തമിഴ്നാടിൻ്റെ രമണീയമായ കാഴ്ചകൾ. അപ്പോൾ നമ്മളവിടെ റൂമെടുത്ത് അവിടെ നിന്ന് ഫ്രഷായിട്ട് നമ്മളിപ്പോൾ കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഇത് കന്യാകുമാരി ഗ്ലാസ് ബ്രിഡ്ജിലെ എൻട്രിക്കുള്ള ക്യൂ ആണ് കേട്ടോ. ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരു 2 മണിക്കൂർ നിന്നിട്ടാണ് ആ ക്യൂവിന് ഞങ്ങൾ ബോട്ടിൽ കയറാനുള്ള ക്യൂ ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ ബോട്ടിലോട്ട് കയറിയത് ഞങ്ങൾ 2 മണിക്കൂർ അവിടെ ആ ക്യൂവിൽ നിന്നിട്ടാണ് കേട്ടോ. പിന്നെ ബോട്ട് യാത്ര ഒരു രക്ഷയില്ല. നമ്മൾ ആദ്യമായിട്ടാണ് കടലിലൂടെ ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കാവും. എല്ലാ ആൾക്കാർക്കും ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാണിത് വിവേകാനന്ദ സ്വാമി കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ ബോട്ട് വഴിയാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കടലിലെ യാത്രകൾ നമ്മൾ എൻജോയ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിവേകാനന്ദ പാറയിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ളിലോട്ട് കയറണമെങ്കിൽ നമുക്ക് ചെരുപ്പ് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ താഴത്ത് ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കൗണ്ടറിൽ കൊടുത്തിട്ടാണ് നമ്മൾ അകത്തോട്ട് പോകുന്നത്. നല്ല കാറ്റായിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു. അവിടെ നല്ല കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കാം, ഒട്ടും ബോറടിക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണമെങ്കിൽ ഒരാൾക്ക് 30 രൂപ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ബോട്ടിൽ ഒരാൾക്ക് 75 രൂപയുടെ ഒരു ക്യൂ ഉണ്ട്, 300 രൂപയുടെ ക്യൂ ഉണ്ട്. നമ്മൾ 75 രൂപയുടെ ക്യൂവിലാണ് തന്നത്. രണ്ടും ഒരേ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ക്യൂവിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ നിന്നപ്പോഴത്തേക്കും ക്യൂ കുറച്ചുണ്ടായിരുന്നു. എന്നാലും അവിടെ ഉള്ളിലോട്ട് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി സ്ലോ ആയിരുന്നു കേട്ടോ. അത് ഈ 300 രൂപയുടെ ആൾക്കാരെ കയറ്റി വിടാനാണെന്ന് തോന്നുന്നു. നമ്മൾ ഇച്ചിരി സ്ലോ ആയിരുന്നു. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെയല്ല, വാഗമണ്ണിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് കടലിൻ്റെ നടുക്കൂടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജിലെ എക്സ്പീരിയൻസ് കേട്ടോ. പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷെ അവിടെ എനിക്ക് പേടിയായിരുന്നു വാഗമണ്ണിൽ. ഇതിപ്പോൾ അപ്പുറം ഇപ്പുറം നമുക്ക് ഒരു സപ്പോർട്ടുള്ളതുകൊണ്ട് പേടി തോന്നിയില്ല. അവിടെ നിന്നുള്ള ഞങ്ങളുടെ ആക്ഷൻസ് ആണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജ്. ഇപ്പം സീസൺ ടൈമാണല്ലോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ട്രിപ്പ് വരുന്ന സമയമാണല്ലോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ കയറണം കേട്ടോ. സ്റ്റെപ്പുകൾ കയറിയാലേ നമുക്ക് വിവേകാനന്ദ പാറയുടെ മേലിൽ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ. കയറി ഒരുപാട് വിഷമിച്ച് ഞങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ടോപ്പിലെത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ടോപ്പിലെ കാഴ്ചകളാണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ, കടലും പാറകളും. നല്ല രസമാണ്. ഇവിടെ ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ കാറ്റാണ് കേട്ടോ. നല്ല കാറ്റായിരുന്നു. നല്ല സൂപ്പർ കാറ്റായിരുന്നു കേട്ടോ. പിന്നെ ആ സീനറിയൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങുവാണ് കേട്ടോ. വീണ്ടും ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പുറത്തോട്ട് പോകാം കേട്ടോ.
ഇതുണ്ടോ പാറയാണ് കേട്ടോ അത്. ഇവിടെ വന്ന ഇത് തിരുവല്ലൂർ കോട്ടയാണ് കേട്ടോ. ഇവിടെ വന്ന ആട്ടായി ആനയായി ഇക്കായി ഓടി കളിക്കുകയാണ്. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ഇരുന്നു കേട്ടോ. ഇരുന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുന്ന് എഴുന്നേക്കാൻ തോന്നുന്നുണ്ടായില്ല, അതൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ ബോട്ടിൽ കയറി നമ്മൾ നൈറ്റായിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറി ക്യൂ ഉണ്ടായിരുന്നു. ആ ബോട്ടിൽ കയറി നമ്മൾ ഇപ്പുറത്ത് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങി ഫ്രഷായി. ഞങ്ങൾ രാവിലെ 10:10 നമുക്ക് ട്രെയിന്. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ സീറ്റ് സെറ്റിലായി. ഞങ്ങൾ ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു, രാത്രിക്ക് കൊടുക്കുവാണ്. ഫുഡൊക്കെ കഴിച്ചാൽ റെസ്റ്റ് എടുക്കാറുണ്ടെങ്കിൽ വീണ്ടും ബെർത്തിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നൊന്ന് ഉറങ്ങി എഴുന്നേക്കാമെന്ന് വിചാരിച്ച് കിടന്നേ. കുട്ടികൾ പിന്നെ ഫോണിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൃപ്പൂണിത്തുറ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എറണാകുളം നോർത്തിലാണ് ഇറങ്ങുന്നത്. എറണാകുളം നോർത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.